ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ എടുത്തിട്ട്. അപ്പം അങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ എടുത്ത് അതിനുള്ള സമയവും സാഹചര്യവും ഒന്നും കിട്ടിയില്ല. അപ്പം ഇപ്പോൾ കിട്ടിയപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് ദിവസങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസങ്ങളാണ്. ഇപ്പോൾ കസിൻ്റെ ഒരു കല്യാണം വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ പറയണത് കേൾക്കണ്ടോയെന്ന് അറിയാൻ പാടില്ല, കാരണം ഞാനിപ്പോൾ ഫ്രണ്ടിൽ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കണേ. തൊട്ട് ഫ്രണ്ടിലാണ് റോഡ്. അപ്പോൾ വണ്ടിയും കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ എന്തായാലും വീഡിയോയിൽ എനിക്ക് തോന്നണം കേൾക്കാൻ പറ്റുമെന്ന് തോന്നണു. പിന്നെ ഈ ഒരു ജിംബലിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കണം. അപ്പം ജിംബലിൽ എനിക്ക് വ്ളോഗൊക്കെ എടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഇക്കാക്ക ഗിഫ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഇതിലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നുള്ളൂ. അപ്പം ക്യാമറ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് ജിംബൽ അപ്പുറത്തേക്ക് പോകും. അങ്ങനെയുള്ള കുറേ ഇതേ കണ്ട അങ്ങനെ. അപ്പം ഇതൊക്കെ കുറച്ച് പഠിച്ച് വരുന്നുള്ളൂ ഞാൻ. അപ്പം ഞാൻ നമ്മുടെ റോഡ് കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വീടും ഗേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ വണ്ടി വല്ലതും പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊന്നും സംസാരിച്ചാൽ ക്ലിയർ ആവും, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ, നല്ല രസമാണ്. ഇതിപ്പോൾ 7th മന്തിലെ സ്കാനിങ്ങിന് പോണതും പിന്നെ നമ്മൾ ചെറിയൊരു മാറ്റേണിറ്റി ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ മൂന്നുപേരുടെ ഒരു കുറച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെ ജസ്റ്റ് ബീച്ച് സൈഡിലൊക്കെ പോയിട്ട് പിന്നെന്താ പിന്നെ കസിൻ്റെ കല്യാണം, അങ്ങനെ അതൊക്കെ പറ്റുകയാണെങ്കിൽ ഇതിൽ കാണിക്കാം. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, തിരിച്ചു പോകാനായിട്ടാ. കുലുങ്ങണേ ബ്ലൂ. എനിക്ക് ബബിളി കാണിച്ചു തരുമോ? എടി ആയിഷ നല്ല തല്ലുപിടിച്ചേ. നോക്കിയേ, ആരാ നിന്നെ തല്ല പിടിച്ചേ? അതാ തല്ലു പിടിച്ചേ? ആരാ തല്ലു പിടിച്ചേ? എന്റെ അടുത്ത് ആരാ തല്ലു പിടിച്ചേ? പറ ഐഷ, ആരാ തല്ലു പിടിച്ചേ? അത് ഞാനല്ല, അതല്ലേ? ആരാ തല്ലു പിടിച്ചേ? നിന്നെ വിശ്വസിക്കാൻ കൊള്ളൂല്ല. എന്റെ ബബിളി പതിയെ പോണോ? ഐഷ പറയട്ടെ. പതിയെ പോകാൻ പറഞ്ഞ ഐഷ. ഐഷ ഇങ്ങോട്ട് നോക്കിയേ. ഹായ് പറ. ഐഷ ജിംബൽ വെച്ച് കരയണ്ട കേട്ടോ, കഴിവ് കേട്ടാ? ഐഷ ഉള്ളോണ്ട് ടാറ്റാ. ഐഷാണ് തല്ലുപിടിച്ചതാരാ? ഇതല്ലേ? അതല്ലേ? മിണ്ടാതിരിക്കോ? പൊട്ടിച്ചണ്ട, പൊട്ടിച്ച തിന്നണ്ടേ? ഒരു മെനയെ പൊട്ടിക്കല്ല, എങ്ങനെയല്ല മനസ്സിലായി.
പരിപ്പ് ഇതിന്റെ പ്രശ്നം എടാ ഒന്ന് ഇറക്കി കൊടുക്കോ. അവൻ പെണിഞ്ഞിരിക്ക. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ആരംഭം തുളുമ്പും ചെങ്ക ഓഫ് ചെയ്തതിനേക്കാൾ തന്നെ ഇരുട്ടായിരിക്കും അല്ലേ? ആ ഇരുട്ടേക്കാക്കാം. ആ അത് നല്ലതായിരിക്കും. മുടിക്കല്ലോ മുടിക്കലൊഴി കിട്ടണ്ടാ? ഓക്കെ സെറ്റ്. ഞങ്ങള് കിട്ടണോ? ഞങ്ങള് മൂന്നാലേ വേണം. ഇതൊന്ന് വൈപ്പ് ചെയ്യാവോ? അവിടെ എടാ മമ്മു എടാ എടാ ഇവനാ തുറന്നത്. ആ ചെരുപ്പെടുത്ത ഇതെത്രയുണ്ടായി? എന്റെ ഒരു ഫോട്ടോ പോലും എടുത്തു തന്നിട്ടില്ല. വീഡിയോയും ഇത് ഞാൻ എടുത്തതിന് എവിടെ ഹൈഡ് ചെയ്യൂക്കാക്ക? എന്ത് ഈ സിമ്പിള് എടുക്കണോ? എടുക്കണ്ടല്ലേ? കയ്യിലെടുക്കാം. കയ്യിലെടുക്കാം. ഓക്കെ അല്ലേ? അതെ. മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്നു കുടിച്ചിടുവാനേ. പേരിമ്പക്കനിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വച്ചെഴുത്താനും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്കും വിള്ളിയതില്ല തിരിഞ്ഞ് കണ്ണാടേ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു വിത്തൊരു പെണ്ണാടേ നിന്റെ തേനലും പവിഴച്ചിരിയൊന്ന് ഞാനൊരുത്തി ഉണച്ചിടുമെന്ന് കുട്ടേ മോഹബത്തിന്റെ സ്വത്തെ പുന്നാരക്കുട്ടി തത്തെ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിടു ദേവി മുല്ല മലർമണമുള്ളൊരു ദേവി മാഞ്ഞാലം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചെന്നി. നമ്മുടെ ഇന്നത്തെ എല്ലാ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണതിന് മുന്നേ ഇതേ മിറർ കണ്ടപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് ഒരു ബബ്ലിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഐഷുമ്മ കാണാതെയായിട്ട് കഴിക്കണത്. ഷുഗറൊക്കെ കൺട്രോൾ ആയതുകൊണ്ട് എനിക്ക് ഇനി ചോക്ലേറ്റ് ഒക്കെ ധൈര്യമായിട്ട് കഴിക്കാം. ഇതേ കല്യാണത്തിൻ്റെ മെയിൻ ഡേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഓൺ ടൈമിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ എവിടെ പോകാനാണെങ്കിലും കുറച്ച് വൈകിട്ടൊക്കെ ഇറങ്ങില്ല. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐഷ
ഐശ പോത്തിന് പുറത്ത് ഐഷ കണ്ണൂർക്കൊണ്ടിനി ചോറ് തിന്നണം ഐഷ നല്ല തിന്നണോ വെച്ചാൽ ബാക്കിയൊക്കെ റെഡിയാ. കുട്ടിക്ക് വാടക കിടക്കല്ലാത്ത ടൗണില് ഏത് മായക്കുട്ടിയാ കരുത്തി കണ്ടല്ലായില്ല അതെ എന്റെ സ്ഥലം അവിടെ ഉണ്ടല്ല അതിന്റെ കഴിയുമ്പോൾ പോട്ടെ പോട്ടെ എടുക്കട്ടെ ഒരു ചെറുതുകൊണ്ട് എടുക്കാം അവളെ ഇറങ്ങി ഓടിയിട്ട് ഞങ്ങൾ തിന്നട്ടെ അമ്പടാ കച്ചു നിന്നതിന്റെ കവള് മാമാനെ പിടിച്ചെന്നെ डांटे और बाकी ना जानिया खिनाने ले जानिया है बाबा तेरे मेहरा विचो तेरी लाडो परदेसण होई है
कुक्कड़ बने रहते, चित्ता कुक्कड़ बने रहते, काश ने दुपट्टे वाली मुंडा सदके तेरे ते, काश ने दुपट्टे वाली मुंडा सदके तेरे ते। तेरा शगुन चढ़िया आवा सखियों नी मेरा सजना, नी मेरा सजना मिलड़ा गाया, नी सजन रोड़ी, सजन रोड़ी लेके आरानी मेरा सजना, सजन रोड़ी लेके आरानी मेरा सजना, ले जानिया है बाबुल तेरे मेहरा विचों तेरी लाडो परदेसण होई है। तेरा शगुन चढ़िया आवा सखियों नी मेरा सजना, नी मेरा सजना मिलड़ा गाया, नी सजन रोड़ी, सजन रोड़ी लेके आरानी मेरा सजना। सारी खेड़ लकीरां दी, सारी खेड़ लकीरां दी, गड्डियां स्टेशन ते अख पिच गई वीरां दी, गड्डियां स्टेशन ते चित्ता कुक्कड़ बने रहते, चित्ता कुक्कड़ बने रहते, काश ने दुपट्टे वाली मुंडा सदके तेरे ते, काश ने दुपट्टे वाली मुंडा सदके तेरे ते। പാടോ
അറിയാമുള്ള വിളിച്ചോക്കി ഞങ്ങളോട് ഇറങ്ങിയെന്ന് പറഞ്ഞു വിളിച്ചോക്ക്. സംസാരിക്കാവോ? നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ഗോൾഡൻ ഹവർ തീരൂലേ? അതും മീഡിയ അതാ പറഞ്ഞു മീഡിയാന്ന്. ഇല്ല ഇല്ല ഇല്ല, വെള്ളത്തിൽ വീഴും. നീ ഗുണ്ടയാണോ? എവിടെയാക്ക അവിടെയാ? ഐഷ കുട്ടി ഞാനും. ഐഷ അങ്ങോട്ട് നോക്കിയേ. പേടിച്ചേക്ക. പേടിച്ചാ? പേടിക്കണ്ട. ഐഷ ഇവിടെ നോക്കിയേ. എന്താ പറഞ്ഞിട്ടാ ചിരിക്കണേ? എങ്ങനെ പോണേ നമ്മള്? ഇറങ്ങിക്കോ. ഫോട്ടോ എടുത്തരാം. ആ ഓക്കെ, അവിടെ നിന്നോട്ടാ, അവിടെ നിന്നോട്ടാ. ഓക്കെ, അത് കാണാൻ തന്നെയാണോ? ആ കാണിച്ചു തരാം. നീ അവിടെ ചിരിച്ച് നിൽക്ക്, ഇച്ചിരിയുടെ നിൽക്കുക, എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ പോയിക്ക് വേജല്ലേ. ഓക്കെ, ആ തൊപ്പിയൊക്കെ തിരിച്ച്. ഐഷ അയ്യേ അപ്പി അപ്പി. ഐഷ നീ ആ തൊപ്പിയൊന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ടയേർഡായി പോയി, എന്നാലും കുഴപ്പമില്ല. നല്ല ഫോട്ടോസിന് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പോൾ വലിയ കാര്യപരിപാടികളൊന്നുമില്ല. നേരെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. പോണ വഴിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നെയ്പത്തിരി ആർന്ന് പോന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കയറണമെന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പോണ വഴിക്ക് നല്ലൊരു കരിക്കൊക്കെ കണ്ടപ്പോഴത്തേനും നമ്മൾ അവിടെ നിർത്തി. BP ആണെങ്കിൽ കുറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് കരിക്ക് തന്നെയായിരുന്നു കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതായിരുന്നു ഞാൻ ഇന്നിട്ട ഔട്ട്ഫിറ്റ്. ഇതിട്ടിട്ടായിരുന്നു നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത. 2 ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ BPക്കൊക്കെ വേരിയേഷൻ വന്നുകൊണ്ട് നമ്മളിത് ഈ ഒരൊറ്റ ഔട്ട്ഫിറ്റിൽ തന്നെ ചെയ്ത് നിർത്തിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് വന്ന വഴിക്ക് പിന്നെയും ഒരു ചോക്ലേറ്റ് ക്രേവിങ്സ് ഒക്കെ വന്നപ്പോൾ ബബിള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അത്. ഉമ്മച്ചി ഉമ്രക്ക് പോവായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് വ്ലോഗ് എൻഡ് ചെയ്യാത്തതുകൊണ്ട് എടുത്തതായിരുന്നു. അങ്ങനെ ഉമ്മച്ചി ഉമ്രക്ക് പോയി വന്നിട്ട് ആള്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കണത്. പറഞ്ഞു പറഞ്ഞു പോകും.
ലോഞ്ച് അകത്തേക്ക് കയറിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇത് ഫ്ലൈറ്റൊക്കെ പോകണമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലോഞ്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗ്യ കൂടുതൽ കൊണ്ട് ഒറ്റ ഫ്ലൈറ്റ് വരുമോ പോവോ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. അവസാനം ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഐഷുമാനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഞങ്ങൾ അവിടെ നിന്നുണ്ടായിരുന്നത്. കുറേ നേരം നിന്ന് നോക്കിയിട്ടോ, പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മളത് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് പിന്നെ ഒന്നിച്ച് തിരിച്ച് വരുന്ന സമയത്ത് കാണാമെന്ന് വിചാരിച്ചു. വണ്ടി ഒരുത്തുണ്ട്. ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.